ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാഗ്നിഫിക്ക. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫാബ്രിക് പ്രിൻറ്റിങ് ടെക്നിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിപ്പോൾ എന്തിനാണ് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ പേർക്ക് നമ്മൾ സാധാരണ പറയുക പുള്ളിയുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ വരയുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു ചിത്രമുള്ള ഡ്രസ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന് പകരം ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അജ്രക് പ്രിൻറ്റ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ ആദ്യമേ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള എവർ ഗ്രീൻ ഹിറ്റായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അജ്രക് പ്രിൻറ്റ്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മെറ്റീരിയൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടണിൽ അജ്രക് പ്രിൻറ്റിൻ്റെ ഒരു എന്താ പറയുക റെപ്ലിക്ക അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ. പക്ഷേ നിങ്ങൾക്ക് അജ്രക് പ്രിൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ഡൈ യൂസ് ചെയ്തിട്ട്, അതായത് കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രോസസ്സിലൂടെ അത് ഹീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഡൈ ചെയ്യണം, വീണ്ടും വാഷ് ചെയ്യണം, വീണ്ടും ഡ്രൈ ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു അജ്രക് ഫാബ്രിക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്യുവറായിട്ടുള്ള അജ്രക് ഫാബ്രിക്കിന് നല്ല റേറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യുന്ന, അതായത് പ്രിൻറ്റിങ് ടെക്നിക്കിന് അജ്രക് എന്ന് പറയുന്നത്, അത് കോട്ടണിൽ യൂസ് ചെയ്യുമ്പോൾ റേറ്റാണ്. മൊഡാൽ സിൽക്ക് എന്ന് പറയുന്ന കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ക്ലോത്തിൽ യൂസ് ചെയ്യുമ്പോൾ വേറൊരു റേറ്റാണ്. അങ്ങനെ അതിനനുസരിച്ചും റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഏത് ബേസ് ഫാബ്രിക്കിലാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചും റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അജ്രക് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനൽ അജ്രക് അല്ല. നാച്ചുറൽ ഡൈ ചെയ്ത ഒറിജിനൽ അജ്രക്കിന് നല്ല റേറ്റാണ്. ഞാനിപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരുന്നത് 120, 130 ആ ഒരു റേഞ്ചിലാണ് മീറ്റർ പ്രൈസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് ഒരുപാട് പേര് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ നമുക്ക് ഒറിജിനൽ അജ്രക്ക് ആ ഒരു റേറ്റിൽ നമുക്ക് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ സ്റ്റെപ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ ദിവസം എടുത്ത് ചെയ്തിട്ടാണ് ഒരു അജ്രക് ഫാബ്രിക് ഉണ്ടാക്കുന്നത്. ഗുജറാത്തിലാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അജ്രക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് നോക്കാം. അടുത്തത് ബാന്ദനി പ്രിൻ്റാണ്. ഇതും നമ്മളുടെ ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതലും ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഇങ്ങനെ വരയുള്ള ഡ്രസ്സ് എന്നൊന്നും ഇനി പറയണ്ട. ഇനി നമുക്കിതിൻ്റെ പേര് തന്നെ പറയാം. ലഹരിയ പ്രിൻ്റാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കറിയാം, നമ്മൾ ഒരുപാട് സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ബത്തിക് പ്രിൻ്റുള്ള ചുരിദാർ മെറ്റീരിയൽസ്. ഇതും വളരെ നാച്ചുറൽ ഡൈ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അടുത്താണ് ദ മോസ്റ്റ് ഫേമസ് ഇൻഡിഗോ പ്രിൻറ്റുകളുള്ള ഡാബു പ്രിൻ്റ് എന്ന് പറയും. എല്ലാം തന്നെ നമ്മളെ നോർത്തിലാണ് കൂടുതലായിട്ടും ചെയ്തു വരുന്നത്. ഇതാണ് മോസ്റ്റ് ഫേമസ് ഇക്കത്ത് പ്രിൻറ്റ്. ഇക്കത്തിൽ തന്നെ സിംഗിൾ ഇക്കത്തും ഉണ്ട്, അതുപോലെ ഡബിൾ ഇക്കത്തും ഉണ്ട്. അത് വീവ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ പേരുകൾ മാറും, അതേപോലെ റേറ്റും ക്വാളിറ്റിയും മാറും. അടുത്തത് വരുന്നത് സംഗനേരി ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. ഇതും ബ്ലോക്കുകൾ വെച്ചിട്ട് ഹാൻഡ് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അടുത്താണ് മോസ്റ്റ് ഫേമസ് കലംകാരി പ്രിൻറ്റുകൾ. ഇതും കൂടുതലായിട്ട് ചെയ്യുന്നത് രാജസ്ഥാനിലാണ് കേട്ടോ. ഇനി അടുത്തതാണ് ഷിബോരി അല്ലെങ്കിൽ ടൈ ആൻഡ് ഡൈ പ്രിൻറ്റുകൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്ലോത്തിനെ ഒരു പല രീതിയിൽ ഒരു ത്രെഡ് വെച്ച് നന്നായി ഇറുക്കി കെട്ടിയ ശേഷം ഡൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് പല മെത്തേഡിലും നമുക്ക് ടൈ ചെയ്തിട്ട് ഡൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പല പല ഡിസൈനിൽ ആ ക്ലോത്തിൽ ആ കളേഴ്സ് വരും. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ കൈ കൊണ്ട് വരയ്ക്കുന്നതാണ്. ഹാൻഡ് പെയിൻറ്റിങ് ആയിട്ടുള്ള ചിത്രങ്ങൾ ഡ്രസ്സിൽ ചെയ്യുക. പിന്നെ ഉള്ളതാണ് നമ്മളുടെ ഡിജിറ്റൽ പ്രോസസ്സ്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള പ്രിൻറ്റിങ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന പ്രിൻറ്റിങ് ടെക്നിക്സ്. അപ്പോൾ ഇനിയും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ നമ്മളുടെ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. റീസെല്ലേഴ്സിന് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ റീസെല്ലിംഗ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. താങ്ക് യു സോ മച്ച്. ബൈ.